ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജൂലൈ 15 ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണെന്ന് പറയാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ജൂലൈ 15 ശേഷം ഞങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാകുമോ എന്നുള്ളത്. അതുപോലെ ജൂലൈ 15 ശേഷം മോണിറ്റൈസേഷൻ ആകാത്തവർക്കുള്ളൊരു സംശയം, അതിനുശേഷം ഞങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുമോ? ഇതെല്ലാം ജൂലൈ 15 എന്തോ ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടായിരിക്കും, ജൂലൈ 15 എന്താണ് മോണിറ്റൈസേഷൻ പോളിസിയിൽ മാറ്റം വരുന്നത്, എന്താണ് യൂട്യൂബിൽ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ നമുക്കറിയാം, ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് അവരുടെ യൂട്യൂബ് ചാനലിലെ മോണിറ്റൈസേഷൻ ആണ്. കാരണം മോണിറ്റൈസേഷൻ ആയാലാണ് നമുക്ക് റവന്യൂ, അതിലൂടെ ആ ഒരു ചാനലിലൂടെ വരുമാനം നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു മോണിറ്റൈസേഷൻ പോളിസിയിൽ ഒരു ജൂൺ 15 മുതൽ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ യൂട്യൂബ് അതിനെക്കുറിച്ചൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജൂലൈ 15 സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു നോട്ടിഫിക്കേഷനിൽ യൂട്യൂബ് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാം, ഇതാണ് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നുണ്ട് ജൂലൈ 15 മുതലാണ് ഈ ഒരു അപ്ഡേറ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കാണാം, അപ്ഡേറ്റ് ടു യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം, അതായത് YPP മോണിറ്റൈസേഷൻ പോളിസീസ്. In order to monetize as part of the YouTube partner program, YouTube has always required creators to upload original and authentic content. അതായത് ജൂലൈ 15 ശേഷം യൂട്യൂബിൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടന്റ് ഒറിജിനൽ ആയിരിക്കണം, അതുപോലെ ഓതൻറ്റിക് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സംശയം, എന്താണ് ഒറിജിനൽ അതുപോലെ ഓതൻറ്റിക് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബ് ഇവിടെ ഉപയോഗിച്ച രണ്ട് വാക്കുകൾ, ഒന്ന് ഓതൻറ്റിക് എന്നുള്ളതും രണ്ട് ഒറിജിനൽ എന്നുള്ളതാണ്. കോമൺ ആയിട്ട് നമുക്ക് പറയാമല്ലോ, യൂട്യൂബിൽ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഒറിജിനൽ ആൻഡ് ഓതൻറ്റിക് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് തന്നെയാണ് മോണിറ്റൈസേഷൻ ലഭിക്കുന്നത്. പിന്നെ എന്ത് മാറ്റമാണ്, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, ഏത് തരം കണ്ടന്റിനെയാണ്? അപ്പോൾ അതിൽ തന്നെ താഴെ യൂട്യൂബ് പറയുന്നുണ്ട്, മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് ആൻഡ് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് എന്നൊക്കെ. അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പലർക്കും മോണിറ്റൈസേഷൻ ഇതിന് മുന്നേ ചില സമയത്ത് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകുമ്പോൾ അവിടെ പറയാറുള്ളത് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് അല്ലെങ്കിൽ മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് സാധാരണ വരാറ്? ഇവിടെ ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ എന്താണ്, ജൂലൈ 15 എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോകുമോ, ഞാൻ ഇതിൽ പെടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ, ആക്ച്വലി ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് ആയാലും റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ചെയ്യുന്നവർക്കായാലും ഇതുവരെ ചിലർക്ക് മോണിറ്റൈസേഷൻ കിട്ടും, ചിലർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ടെക്സ്റ്റുകൾ മാത്രമുള്ള കണ്ടന്റ് ചെയ്യുന്നവരുണ്ട്, സെയിം ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് കണ്ടന്റ് ചെയ്യുന്നവരുണ്ട്, ബാക്ക്ഗ്രൗണ്ടിലൊന്നും മാറ്റം വരുത്താതെ ചെറിയ രീതിയിലുള്ള മാറ്റം, ഒരേ രീതിയിലുള്ള ടൈപ്പ് ഓഫ് കണ്ടന്റ് ചെയ്യുന്നവരുണ്ട്, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്താതെ. ചിലർ വോയിസ് ഒന്നും കൊടുക്കാതെ കണ്ടന്റ് ചെയ്യാറുണ്ട്, ടെക്സ്റ്റ് മാത്രം ആഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഒരു വോയിസ്, ഒരു ഓഡിയോ വരാതെ, ഒരു വോയിസ് ഓവർ പോലും വരാത്ത ചാനലിന് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഷോർട്സിലൊക്കെ ആണെങ്കിൽ ഒരു പിക്ചർ മാത്രം വെച്ച് അതിലെന്തെങ്കിലും സ്റ്റോറി എഴുതിയിട്ട് ഒരു 4 സെക്കൻഡ് 3 സെക്കൻഡ് വീഡിയോസ് ചെയ്തിട്ട് ചിലർക്ക് ഇപ്പോഴും അതിന് മോണിറ്റൈസേഷൻ ഉണ്ട്. അപ്പം ഞാനിവിടെ പറയുകയാണ്, അത് അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇത് കാണുന്ന നിങ്ങളുടെ ചില ചാനൽ ചിലർക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും, അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് എനിക്ക് കിട്ടാത്തത് എന്നുള്ളത്. അപ്പോൾ യൂട്യൂബ് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്, യൂട്യൂബിൽ മോണിറ്റൈസേഷന്റെ സമയത്ത് അവർ വാച്ച് ടൈം വന്ന് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എവിടെ നിന്ന് വന്നു എന്നുള്ളത് ചെക്ക് ചെയ്യും, അതുപോലെ ലേറ്റസ്റ്റ് അപ്ലോഡും ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ ഇതിൽ നിന്ന് ചിലരൊക്കെ രക്ഷപ്പെട്ടേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ പലർക്കും ഇപ്പോഴും ഇതിന് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ജൂലൈ 15 ശേഷം യൂട്യൂബ് കൂടുതൽ സ്ട്രിക്റ്റ് ആവുകയാണ്. അത് ഓരോ ക്രിയേറ്ററും പല തരത്തിലാണിത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചിലർ AI യൂസ് ചെയ്യുമ്പോൾ, ഒരു AI ആണെങ്കിൽ ചിലർക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല. വോയിസ് ഓവർ പോലും അങ്ങനെ തന്നെയാണ്, ചിലർക്ക് എത്ര അപ്പീൽ കൊടുത്താലും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മളെടുത്ത് വരുമ്പോൾ ചിലർക്ക് അപ്പീൽ കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ പല ഇത് പോകുന്നുണ്ട് ഇതിൽ. ഇപ്പൊ അതുപോലെ തന്നെയാണ്
ഈ ഒരു റിയാക്ഷൻ വീഡിയോ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കൊളാബൊക്കെ ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവര് ഒരു ചെറിയ സ്ക്രീനിൽ ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. നമ്മൾ ചിലപ്പോൾ അതിൽ കാണുന്നേ ഉണ്ടാവില്ല ആ ഒരു നമ്മളെ പെർഫോം ചെയ്യുന്ന ആള്. റിയൽ വീഡിയോ എടുത്തിട്ട് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് ചെറിയൊരു രീതിയിൽ നമ്മളെ ഫോട്ടോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചാനലിന്റെ മോണിറ്റൈസേഷൻ ചിലർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇത് കിട്ടുമെന്ന് കരുതിയിട്ട് ആ രീതിയിൽ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ കാസ്റ്റ് ലൈവ് കുറച്ച് പേർക്ക് കിട്ടിയെന്നത് ആർക്കെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും ഒരു ന്യൂസ്, ഒരു ഫോട്ടോ വെച്ചിട്ട് അതിനൊരു മ്യൂസിക്കും കൊടുക്കുക, നമ്മുടേതായിട്ടുള്ള യാതൊന്നും കോൺട്രിബ്യൂഷൻ അതിലില്ലാതിരിക്കുക. ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും മനസ്സിലാക്കേണ്ടത്. ആ ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. ആ രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ 15 ശേഷം കുറച്ച് റിസ്ക് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ജൂലൈ 15 ശേഷമാണ് നമുക്ക് പറയാൻ കഴിയുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഒരുപാട് പേര് ഈ ഒരു ഇതിൽ ഇപ്പൊ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകുന്നുണ്ട്. ജൂലൈ 15 ശേഷം അത് കൂടുതൽ വ്യാപകമാകുമെന്നാണ് കരുതുന്നത്. ഇത് എങ്ങനെ എത്രത്തോളം ആളുകളെ എഫക്റ്റ് ചെയ്യും, ക്രിയേറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷെ ഇവിടെ എന്താണ് നമുക്കൊരു പരിഹാരം എന്നുള്ളത്, അത് ഞാനിപ്പോൾ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നി ഞാൻ പേഴ്സണലി സംസാരിക്കുമ്പോൾ എല്ലാവരോടും പറയാറുണ്ട്. കാരണം ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള യൂട്യൂബ് ഒരു വീഡിയോ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതിൽ തന്നെ ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് മുൻകണ്ട് നമ്മൾ ഇപ്പോഴേ ഈ രീതിയിൽ ചെയ്യുന്നതാണ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഞാൻ ചിലവരോടൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്നതാണ്, അവരുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിൽ പലർക്കും കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ അത് എത്ര കാലം, എത്ര സമയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പലർക്കും $90 ആയിട്ട് പിന്നെ കട്ടാകുന്നുണ്ട്. ആ ഒരു ആദ്യത്തെ പേയ്മെന്റ് വാങ്ങിച്ചെടുക്കുന്ന ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നഷ്ടപ്പെടാറുണ്ട്. വളരെ വിഷമകരമായിട്ടുള്ള ഒരു സമയം എന്ന് പറയാം. അപ്പൊ ഈ രീതിയിൽ മോണിറ്റൈസേഷന് പല തരത്തിലും ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അവര് കൂടുതൽ ഒറിജിനൽ ആൻഡ് ഒതന്റിക് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക്, അപ്പൊ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത വെറും ടെക്സ്റ്റുകൾ മാത്രമുള്ള ഒരു മാസ് പ്രൊഡ്യൂസർ, ഒരു സെയിം ടെംപ്ലേറ്റ് വെച്ചിട്ടുള്ള കൃത്യമായിട്ട് നമ്മുടേതായിട്ടുള്ള യാതൊരു സംഭാവന കൊടുക്കാത്ത ഈ ഒരു എല്ലാ ടൈപ്പിലും നമുക്കത് ട്രോളിൽ ഉൾപ്പെടുത്താം. ഒരു എന്താണ് പറയാ, ലെങ്തി വീഡിയോ ഇട്ടിട്ട് അതിനൊരു ട്രോൾ എഫക്റ്റ് വല്ലപ്പോഴും മാത്രം കൊടുക്കുന്ന റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് മുഴുവനായിട്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ വല്ലപ്പോഴും ഒരു വോയിസ് കൊടുക്കുന്ന, അങ്ങനെ പല രീതിയിൽ പല ക്രിയേറ്റേഴ്സിനും ഇത് പല രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ രീതിയിൽ ഇത് എങ്ങനെ എത്രത്തോളം നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും ജൂലൈ 15 അങ്ങനെയുള്ള മോണിറ്റൈസേഷൻ പോളിസിയിൽ അങ്ങനെ കൂടുതൽ യൂട്യൂബ് സ്ട്രിക്റ്റ് ആകുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിന്റെ പോളിസി മാറുമ്പോൾ അല്ലെങ്കിൽ അപ്പൊ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, താൽക്കാലിക ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പൊ ഒരു വ്യൂസ് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രിക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്ത് അപ്ഡേറ്റ് വന്നാലും നമ്മളെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് കഴിയും. എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഇപ്പൊ ജൂലൈ 15 ശേഷം ആരുടെയൊക്കെ മോണിറ്റൈസേഷൻ കട്ടാകും എന്നുള്ള ടെൻഷനിലാണ് പലരും ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് എങ്ങനെ ഒരു അപ്ഡേറ്റും എല്ലായ്പ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് വന്ന് ബാക്കി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ കൂടുതൽ റിസ്ക് എടുത്ത് ചെയ്താൽ മതി. കാരണം നമ്മൾ ഒറിജിനൽ കണ്ടന്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള രീതിയിൽ ചെയ്യാനും ഒരേ സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ എന്തായാലും ജൂലൈ 15 ശേഷം നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ചാനലൊക്കെ സേഫ് ആയിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനുള്ളവരാണെങ്കിൽ എത്രയും വേഗത്തിൽ അപ്ലൈ ആയിട്ട് മോണിറ്റൈസേഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.